ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു LED കത്തിക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു LEDയും ഒരു 3.3K റെസിസ്റ്ററുമാണ്. ഇതൊരു ടെസ്റ്റിംഗ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ LEDയെ ഈ റെസിസ്റ്ററിൽ സോൾഡർ ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഇതുപോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റെസിസ്റ്ററിനെ LEDയുടെ ഏത് ടെർമിനലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതായത് പോസിറ്റീവ് ടെർമിനലിൽ തന്നെ കണക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ടെർമിനലിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഈ രണ്ട് സാധനം മതി നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ. ഈ ഫ്രീ ഇലക്ട്രിസിറ്റി ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 3 പിൻ സോക്കറ്റ് തന്നെ വേണം. 2 പിൻ സോക്കറ്റിൽ ഇത് വർക്ക് ചെയ്യില്ല. 3 പിൻ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ഫേസ്, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ ആൻഡ് സെൻറ്ററിലുള്ള ആ വലുതാണ് എർത്ത്. നമ്മൾ ഉണ്ടാക്കിയ LEDയെ എർത്തിനും ന്യൂട്രലിനും അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യണത്. നോർമലി ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്യണം. പക്ഷേ നമ്മളെ ഈ ടെസ്റ്റിങ്ങിന് സ്വിച്ചുമായിട്ട്, അതായത് ഫേസ് ലൈനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ചെയ്താലോ ഓഫ് ചെയ്താലോ ഇത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കാണാം ഈ LED കത്തുന്നത്. നമ്മളിത് എർത്തിനും ന്യൂട്രലിനും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ LEDയുടെ ടെർമിനലിൽ തുടയൊക്കെ ചെയ്യാം. എന്നാലും നമുക്ക് ഷോക്കൊന്നും ഏൽക്കില്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മീറ്റർ കറങ്ങുകയൊന്നുമില്ല ഇത് കത്തിക്കണമുണ്ട്. മാത്രമല്ല നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ കൂടി, അതായത് ഫേസ് ലൈൻ കട്ട് ചെയ്ത് കറക്റ്റായി കറണ്ട് ഇല്ലെങ്കിൽ കൂടി നമ്മളെ ഈ LED വർക്ക് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചിന് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ഇത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ LED നല്ല ബ്രൈറ്റായിട്ടാണ് കത്തുന്നത്. പക്ഷേ എൻ്റെ സ്റ്റുഡിയോയിൽ നല്ല വെളിച്ചമുള്ളതുകൊണ്ടാണ് ഈ ബ്രൈറ്റ്നസ് അറിയാൻ പറ്റാത്തത്. ഞാൻ ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രം വെളിച്ചത്തിലാണ് ഈ LED കത്തുന്നതെന്ന്. ഒരു നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണിത്. അതായത് ഇലക്ട്രിസിറ്റി മീറ്റർ കറങ്ങേയില്ല, ഫുൾ ടൈം കത്തി കിടക്കുകയും ചെയ്യും. അടിപൊളി ടെക്നിക്കല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് എഴുതണേ, കൊള്ളാമോ ഇല്ലയോ എന്ന്. ഞാൻ ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഈ മൾട്ടിമീറ്റർ ഞാൻ AC-യിലാണ് ഇടാൻ പോണത്. കാരണം നമുക്ക് ഈ ലൈനിൽ DC-യിലല്ല ഇത് കത്താൻ പോണത്. എർത്തിനും ന്യൂട്രലിനും ഇടയ്ക്ക് വരുന്ന പവർ AC-ആണ്. ഫേസ് ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 236 വോൾട്ടേജ് ഉണ്ട്. ഇനി നമുക്ക് ഫേസും ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് കണ്ട 4.6 വോൾട്ടേജ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4.6 വോൾട്ടേജ്. ഈ വോൾട്ടേജിനാണ് നമ്മൾ LED ഉപയോഗിച്ച് കത്തിക്കുന്നത്. ഇതിനകത്ത് വലിയ കറണ്ടൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മോട്ടറൊന്നും നമുക്കിത് ഉപയോഗിച്ച് കറക്കാൻ പറ്റില്ല. ഇതുപോലത്തെ ചെറിയ LEDs എല്ലാം നമുക്ക് കത്തിക്കാം. പക്ഷേ ഇതിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാമോ? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ELCB ഉണ്ടാകും, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് എർത്ത് വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഷോക്ക് വല്ലാതെ ഏൽക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇവൻ ട്രിപ്പാവും. അതുകൊണ്ട് തന്നെ ഈ LED ഡയറക്റ്റായിട്ടാണ് ഈ എർത്തിനും ന്യൂട്രലിനും ഇടയ്ക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഉടൻ ട്രിപ്പാവും. കാരണം 30 mA കൂടുതൽ അവൻ അതുവഴി ഫ്ലോ ചെയ്യും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 3.3K റെസിസ്റ്ററും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ 3.3K റെസിസ്റ്റർ ഇതിൻ്റെ കറണ്ട് ഫ്ലോ അങ്ങ് കുറയ്ക്കും. ബിലോ 10 mA അങ്ങ് കുറയ്ക്കും. അതുകൊണ്ട് ഇത് ട്രിപ്പാവേയില്ല. ആക്ച്വലി അത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ELCB വെച്ചേക്കുന്നത്. അതായത് നമുക്ക് ഷോക്ക് ഏൽക്കുമ്പം ഇത് ട്രിപ്പാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ കമൻ്റായിട്ട് ചോദിക്കാൻ മറക്കണ്ട. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ റിപ്ലൈ തരും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.